റമളാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അത് എംപതിയാണ്. വിശപ്പിന്റെ കാഠിന്യം സ്വന്തം ശരീരത്തിലൂടെ അനുഭവിക്കുമ്പോൾ ലോകത്തിന്റെ മുക്കുമൂലകളിലും വിശന്നു കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദനകൾ നാം കാണാറുണ്ടോ? തൻ്റെ സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയതയെ ചുറ്റുമുള്ളവരുടെ വിശപ്പുമായി ചേർക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അതാണ് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത്, ലൈസൽ മുഅ്മിനൂനല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു ഉണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ലെന്ന് അള്ളാന്റെ പ്രവാചകൻ പറയുകയാണ്. അതാണ് രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്നെ ആരും മനസ്സിലാക്കരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി യാത്രയുടെ യാമങ്ങളിൽ താൻ വേഷം മാറി ജനങ്ങളുടെ പ്രയാസങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ഒരിക്കലൊരുമ്മ തൻ്റെ മകളുടെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കല്ലെടുത്ത് വെള്ളത്തിലിട്ട് പുഴുങ്ങുകയായിരുന്നു. ഇത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സഹിച്ചില്ല. കാരണം താനൊരു ഖലീഫയാണല്ലോ. അങ്ങനെ തൻ്റെ പക്കലുണ്ടായിരുന്ന ഭക്ഷണ പൊതിയിൽ നിന്നും ഒരു വിഹിതം ആ ഉമ്മാക്ക് നൽകുകയാണ്. ഈ ഒരു ജീവിതമാണ് നാം പിൻപറ്റേണ്ടത്. ഈ റമളാൻ നമ്മുടെ അയൽവാസികളെയും കൂടി ഓർക്കാൻ വേണ്ടിയുള്ളതാകട്ടെ. നമ്മുടെയൊക്കെ ഇഫ്താർ വിരുന്നുകൾ ആഡംബരത്തിന് വേണ്ടിയുള്ളതാകാതെ പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ വേണ്ടിയുള്ളതാകട്ടെ. ഷെയർ യുവർ ബ്ലെസ്സിങ് ദിസ് റമളാൻ.